ലോഗോസ് ക്വിസ് 2024 എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ ആർക്കെതിരെ പൊരുതി? ഉത്തരം സിസേറയ്ക്കെതിരെ പൊരുതി. 5-ാം അധ്യായം 20-ാം വാക്യം. അവൻ്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട്? രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട്? ഇത് വിളിച്ചു പറഞ്ഞതാര്? ഉത്തരം സിസേറയുടെ അമ്മ. 5:28. ഗിദെയോൻ്റെ ദേശം. ഉത്തരം ഓഫ്ര. 6:11. ഗിദെയോൻ്റെ പിതാവ് യോവാഷ്. 6:11. ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞതാരാണ്? ഉത്തരം ഗിദെയോൻ. അടുത്തത്, ഗിദെയോൻ യാഗം കഴിപ്പിച്ച കാളയുടെ പ്രായം. ഉത്തരം 7 വയസ്സ്. ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിർത്തുകയും കർത്താവിന് യാഗം കഴിക്കുവാൻ ഗിദെയോൻ കൂടെ കൂട്ടിയ വേലക്കാരുടെ എണ്ണം. ഉത്തരം 10. 6:27. 2 പ്രാവശ്യം ദൈവത്തെ പരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗിദെയോൻ. 6-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അടുത്തത്, ഗിദെയോൻ്റെ കൂടെയുള്ളവരിൽ ഭയം നിമിത്തം മടങ്ങിപ്പോയവർ എത്രയാണ്? ഉത്തരം 20,000 പേർ. 7-ാം അധ്യായം 3-ാം വചനം. ജലാശയത്തിലേക്ക് കൊണ്ടുപോയി ജനത്തെ പരീക്ഷിച്ചവൻ ആരാണ്? ഉത്തരം ഗിദെയോൻ. 7-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അടുത്തത്, ജലം കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര പേരായിരുന്നു? 300 പേർ. അടുത്തത്, ഗിദെയോൻ്റെ ഭൃത്തിൻ്റെ പേര് പൂര. 7-ാം അധ്യായം 11-ാം വചനം. ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഏത് നീരുറവയ്ക്ക് സമീപം പാളയം പിടിച്ചു? ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയം പിടിച്ചു. 7:1. മിദിയാൻ്റെ താവളം വടക്ക് ഏത് കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു? ഉത്തരം മോറിയ കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു. മിദിയാൻ പ്രഭുവായ ഓറബിനെ കൊന്നത് എവിടെ വെച്ച്? ശീലയിൽ വെച്ച്. സേബിനെ കൊന്നത് എവിടെ വെച്ച്? മുന്തിരിച്ചക്കിനരികെ വെച്ച്. സുക്കോത്തുകാരനായ ചെറുപ്പക്കാരൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എത്ര പേരുടെ പേരാണ് എഴുതി കൊടുത്തത്? ഉത്തരം 77. 8:14. അടുത്തത്, പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗിദെയോൻ. 8:16. ഗിദെയോൻ്റെ ആദ്യജാതൻ. ഉത്തരം യഥർ. 8:20. പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കിയത് ആരാണ്? ഉത്തരം ഗിദെയോൻ. 8:17. അടുത്തത്, എഴുന്നേറ്റ് അവരെ കൊല്ലുക. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. ആരുടെ കാര്യമാണ് പറയുന്നത്? ഉത്തരം ഗിദെയോൻ്റെ ആദ്യജാതനായ യഥർ. 8:20. അടുത്തത്, സേബായും സൽമുന്നായെയും കൊണ്ട് അവരുടെ ഒട്ടകങ്ങളുടെ കൊന്ന് സേബായെയും സൽമുന്നായെയും കൊന്ന് അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ എടുത്തത് ആര്? ഉത്തരം ഗിദെയോൻ. 8:21. മിദിയാൻകാർ ആരായിരുന്നത് കൊണ്ടാണ് അവർക്ക് സ്വർണ്ണകുണ്ടലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? ഉത്തരം ഇസ്മായേലരായിരുന്നു. മിദിയാൻകാർ ഇസ്മായേലരായിരുന്നത് കൊണ്ട് അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു. ഗിദെയോന് കിട്ടിയ പൊൻ കുണ്ടലങ്ങളുടെ തൂക്കം 1700 ഷെക്കൽ. ഒരു ഷെക്കൽ 11.4 ഗ്രാമാണ്. ബൈബിളിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അടുത്തത്, പൊന്നുകൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തൻ്റെ പട്ടണമായ ഓഫ്രയിൽ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഗിദെയോൻ. 8:27. ഗിദെയോൻ്റെ കാലത്ത് എത്ര വർഷം ശാന്തി ഉണ്ടായി ഇസ്രായേലിൽ? 40 വർഷം. ഗിദെയോൻ്റെ കാലത്ത് ഇസ്രായേലിൽ എത്ര വർഷം ശാന്തി ഉണ്ടായി? 40 വർഷം. അടുത്തത്, അത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. എന്ത്? ഉത്തരം ഗിദെയോൻ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ച എഫോദ്. അടുത്തത്, ഗിദെയോന് ഷെക്കേമിലെ ഉപനാരിയിലുണ്ടായ പുത്രൻ്റെ പേര് അബിമേലെക്ക്. അടുത്തത്, ഗിദെയോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം അബിയേസർ വംശജരുടെ ഓഫ്രയിൽ പിതാവായ യോവാഷിനെ സംസ്കരിച്ച കല്ലറയിൽ. അബിയേസർ വംശജരുടെ ഓഫ്രയിൽ പിതാവായ യോവാഷിനെ സംസ്കരിച്ച കല്ലറയിൽ. അടുത്തത്, ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത് ആരെയാണ്? ഗിദെയോൻ മരിച്ചയുടനെ ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത് ആരെയാണ്? ഉത്തരം ബാൽ-ബെറീത്ത്. അടുത്തത്, അവരുടെ ഒട്ടകങ്ങൾ കടൽ പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. ആരുടെ? ഉത്തരം മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ എന്നിവരുടെ. അവരുടെ ഒട്ടകങ്ങൾ കടൽ പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. ആരുടെ? മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ എന്നിവരുടെ. 7:12. എത്ര കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട്
വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു? ഉത്തരം 300. എത്ര കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾകൊണ്ട് വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു? 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ. 7-ാം അധ്യായം 22-ാം വാക്യം. അടുത്തത്, ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയങ്ങൾ എടുത്ത് അബിമേലെക്ക് കൊടുത്തു. ആർക്ക്? ഉത്തരം ഷെക്കേം നിവാസികൾക്ക്. ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയങ്ങൾ എടുത്ത് അബിമേലെക്കിന് കൊടുത്തു. ആര്? ഷെക്കേം നിവാസികൾ. അടുത്തത്, അവൻ ഒഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി. സ്വന്തം സഹോദരന്മാരും ജെറുബാലിൻ്റെ മക്കളുമായ 70 പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു. ആരാണ് കൊന്നത്? ഉത്തരം അബിമേലെക്ക്. അവൻ ഓഫ്രയിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബാലിൻ്റെ മക്കളുമായി 70 പേരെ ഒരേ കല്ലിൽ വെച്ച് കൊന്നു. ആരാണ് ചെയ്തത്? ഉത്തരം അബിമേലെക്ക്. 9:5. ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപം വച്ച് അബിമേലെക്കിനെ എന്തായി വാഴിച്ചു? ഉത്തരം രാജാവായി വാഴിച്ചു. ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപം വെച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചു. അടുത്ത്, യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ ആര് കാണാതിരിക്കാൻ വേണ്ടിയാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം മിദ്യാൻകാർ കാണാതിരിക്കുവാൻ വേണ്ടി. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കുവാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. അടുത്തത്, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. കർത്താവിൻ്റെ ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ഗിദെയോനോട്. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അടുത്തത്, കർത്താവിൻ്റെ ഡാഷ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളം ഊതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. ഉത്തരം കർത്താവിൻ്റെ ആത്മാവ്. കർത്താവിൻ്റെ ആത്മാവ് ഗിദെയോനിൽ ആവസിച്ചു. അവൻ കാഹളം ഊതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു. അടുത്തത്, അബിമേലെക്ക് അനുയായികളാക്കിയത് ആരെയാണ്? ഉത്തരം കുറേ ചട്ടമ്പികളെ. 9:5. അബിമേലെക്ക് തൻ്റെ സഹോദരന്മാരെ കൊന്നപ്പോൾ രക്ഷപ്പെട്ടത് ആരാണ്? ഉത്തരം യോത്താം. 9:5. യോത്താമാണ് അബിമേലെക്ക് തൻ്റെ സഹോദരന്മാരെ കൊന്നപ്പോൾ രക്ഷപ്പെട്ടത്. അടുത്തത്, വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയ കഥ പറഞ്ഞത് ആരാണ്? ഉത്തരം യോത്താം. 9-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയ കഥ പറഞ്ഞത് ആരാണ്? യോത്താം. അടുത്തത്, അബിമേലെക്കിനെ പേടിച്ച് യോത്താം പലായനം ചെയ്ത് എവിടെ താമസിച്ചു? ഉത്തരം ബേറിൽ. 9:21. അടുത്തത്, അബിമേലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? ഉത്തരം 3 വർഷം. അടുത്തത്, അബിമേലെക്കിന് വിരോധമായി മലമുകളിൽ ആളുകൾ പതിയിരുത്തിയത് ആര്? അബിമേലെക്കിന് വിരോധമായി മലമുകളിൽ ആളുകളെ പതിയിരുത്തിയത് ആര്? ഉത്തരം ഷെക്കേംകാർ. അടുത്തത്, ഷെക്കേമിലെ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചത് ആരാണ്? ഉത്തരം ഏബദ്. 9-ാം അധ്യായം 26-27 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഏബദിൻ്റെ പുത്രനായ ഗാലും ബന്ധുക്കളും. ഒന്നുകൂടെ വായിക്കാം. ഷെക്കേമിലെ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചത് ആരാണ്? ഉത്തരം ഏബദിൻ്റെ പുത്രനായ ഗാലും തൻ്റെ ബന്ധുക്കളും. ഏബദിൻ്റെ പുത്രനായ ഗാലും തൻ്റെ ബന്ധുക്കളും. അടുത്തത്, തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചത് ആരാണ്? ഉത്തരം ഗാലും ബന്ധുക്കളും. തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് അബിമേലെക്കിനെ ശപിച്ചത് ആരൊക്കെയാണ്? ബാലും ബന്ധുക്കളും. 9-ാം അധ്യായം 27-ാം വചനം. അടുത്തത്, ഷെക്കേമിൻ്റെ പിതാവിൻ്റെ പേര് ഹാമോർ. 9:28. അടുത്തത്, അബിമേലെക്കിൻ്റെ കിങ്കരൻ്റെ പേര്? ഉത്തരം സെബൂൾ. 9:28. സെബൂൾ. അടുത്തത്, ഏബദിൻ്റെ മകനായ ഗാലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കോപം ജ്വലിച്ച നഗരാധിപൻ ആരാണ്? ഉത്തരം സെബൂൾ. ഏബദിൻ്റെ മകനായ ഗാദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കോപം ജ്വലിച്ചത് ആരാണ്? നഗരാധിപൻ ആരാണ്? സെബൂൾ.